ജോലിസ്ഥലത്തെ അപകടങ്ങളെ പറ്റിയും അല്ലെങ്കിൽ മറ്റ് ആക്സിഡൻറ്റുകളിലും വിരലുകളോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അറ്റുപോയി പലരും ഹോസ്പിറ്റലിൽ എത്താറുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അത് തിരിച്ച് പിടിപ്പിക്കാനോ എന്തെങ്കിലും സർജറി ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അത് എത്തുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെയാണ് അറ്റുപോയ ശരീരഭാഗങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് എത്ര പേർക്കറിയാം? അറ്റുപോയ ശരീരഭാഗം ഒരു നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിൽ നിക്ഷേപിക്കുക. ഈ പ്ലാസ്റ്റിക് കവർ ഐസ് നിറച്ച മറ്റൊരു പ്ലാസ്റ്റിക് കവറിലേക്ക് നിക്ഷേപിച്ചതിന് ശേഷം എത്രയും വേഗം പ്ലാസ്റ്റിക് സർജറി സൗകര്യമുള്ള ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ എത്തുക. ഒരിക്കലും അറ്റുപോയ ശരീരഭാഗം ഡയറക്റ്റായിട്ട് ഐസിലിട്ടുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടുകൊണ്ടോ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ഈ കേസുകളിൽ സമയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സമയം വൈകുന്നതിനനുസരിച്ച് തിരിച്ചു പിടിപ്പിക്കാനുള്ള സർവൈവൽ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലരും ബൈക്കിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി എൻജിൻ സ്റ്റാർട്ടാക്കി വെച്ചതിന് ശേഷം തുണി ഉപയോഗിച്ച് ബൈക്കിൻ്റെ ചെയിനുകൾ ക്ലീൻ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ അറ്റുപോയ ശരീരഭാഗങ്ങൾ തിരിച്ച് പിടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ചതഞ്ഞരഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വിരലുകൾ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക. ഒരിക്കലും ബൈക്ക് എൻജിൻ ഓണാക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ കൈകൾ കൊണ്ട് ഒരിക്കലും ക്ലീൻ ചെയ്തിരിക്കുക. ജോലിസ്ഥലങ്ങളിലെ അപകടങ്ങളിലും അതുപോലെ തന്നെ വീട്ടിലുള്ള കഥകൾക്കിടയിൽ കൈയകപ്പെട്ട് അല്ലെങ്കിൽ മിക്സിക്കുള്ളിൽ കൈയകപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം അപകടങ്ങളിൽ സംഭവിക്കുമ്പോൾ കയ്യിൽ തൊലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൈയുടെ എല്ലുകൾക്ക് ഒടിവ് സംഭവിക്കുക, അല്ലെങ്കിൽ നാഡീഞരമ്പുകൾക്ക് ഇഞ്ചുറി സംഭവിക്കുക, അല്ലെങ്കിൽ രക്തധമനികൾക്ക് ഇഞ്ചുറി സംഭവിക്കുക, അതുപോലെ തന്നെ വിരലുകളുടെ പേശികൾക്ക് ഇഞ്ചുറി സംഭവിക്കുക, അങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു ഹാൻഡ് സർജറി, മൈക്രോ സർജറി ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യം വരുന്നുണ്ട്. ചതവ് സംഭവിച്ച അല്ലെങ്കിൽ മുറിവ് സംഭവിച്ച എല്ലാ നാഡികളും ഞരമ്പുകളും തിരിച്ച് തുന്നി ചേർത്ത് റിപ്പയർ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട തൊലി മറ്റ് ഫ്ലാപ്പുകളിലൂടെയോ അല്ലെങ്കിൽ വേറെ തൊലി എടുത്ത് വെച്ച് അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എത്രയും വേഗം രോഗിയെ പ്ലാസ്റ്റിക് സർജറി സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിൽ എത്തിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്.